everyone, welcome back to our channel. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. അത് തന്നെയാണ് നമ്മൾ ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലേ COVID-19 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വേണ്ട ഒരു കാര്യമാണ് എന്ത്, മാസ്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ മാസ്ക് വരണം, പുറത്ത് എങ്ങും മാസ്ക് ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ലേ. അപ്പോൾ നമുക്കറിയാം ഇപ്പം മാസ്കിൻ്റെ വില എത്ര അധികമാണ് നമുക്കറിയാം. മാസ്കിൻ്റെ ഷോർട്ടേജ് വളരെ കൂടുതലാണെന്നറിയാം. ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും ഒക്കെ ഇതിൻ്റെ ഒരു ഷോർട്ടേജ് കാരണം അവർക്ക് പോലും മാസ്ക് ഒന്നും കിട്ടാതെ സിക്കാവുന്നത് നമുക്കറിയാമല്ലേ. ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു സ്മാർട്ട് വർക്കിലൂടെ നമുക്കൊരു എമർജൻസി മാസ്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുകയും കൂടി വേണം. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ മാസ്ക്. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു. വളരെ സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ. നമ്മുടെ കോട്ടൺ തുണി, 2 റിബൺ, ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഞാനിപ്പം എൻ്റെ ഫേസിലൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലേ? ഫുള്ളായിട്ട് നമ്മുടെ ഫേസ് മൊത്തം ഇത് യൂസ് ചെയ്യുമ്പോൾ കവർ ആവുന്നുണ്ട്. പിന്നെ ഇപ്പം നിങ്ങളിതിൻ്റെ പുറം കാണുമ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അപ്പം ഇതിൻ്റെ അകം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാനത് ഒരു സ്ലൈഡ് തലയിൽ കുത്തുന്ന ടിക്ക് വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാകുമ്പം അത് പോത്തില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങനെ കെട്ടാം. പക്ഷെ ഞാൻ അവിടെ ഒരു ടിക്കും കൂടി ഇട്ടു. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത്, ഞാൻ ആദ്യം നമ്മുടെ ഒരു കോട്ടൺ തുണിയോ ഒരു കോട്ടൺ കർച്ചീഫോ എടുത്തു. എന്നിട്ട് 2 സൈഡിൽ നിന്നും അത് ഒരേപോലെ മടക്കി. നിങ്ങളുടെ മുഖം കുറച്ചുകൂടെ വലുതാണെങ്കിൽ നിങ്ങൾക്ക് ആ മടക്കുന്ന ആ ഒരു വിഡ്ത്തിൻ്റെ സൈസ് കുറച്ചുകൂടെ കൂട്ടാം. എൻ്റെ ഫേസിന് അത്ര മതിയുകൊണ്ട് ഞാനത് 2 സൈഡിൽ നിന്ന് ഈക്വൽ ആയിട്ട് ഒരേപോലെ മടക്കിയിട്ട് നമ്മുടെ കൈയൊന്ന് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അയൺ ചെയ്യുന്ന പോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി. എന്നിട്ട് അതിൻ്റെ 2 സൈഡിൽ നിന്നും ഒരേപോലെ ഞാൻ റിബൺ ഇട്ടു. ഒരേ അളവായിരിക്കണം, നമ്മൾ സെയിം സ്ഥലത്തായിരിക്കണം, ഒരേപോലെ ആയിരിക്കും റിബൺ ഇടേണ്ടത്. എന്നിട്ട് അതിൻ്റെ ആ റിബൺ ഇട്ടതിന് ശേഷം ബാലൻസ് വരുന്ന ക്ലോത്ത് നമ്മുടെ മിഡിൽ പോർഷനിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു. അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ച പോലെ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ലൈഡും കൂടി ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പോകത്തില്ല, നമുക്ക് പിന്നെ പിടിച്ചിടേണ്ട ആവശ്യം വരത്തില്ല. അത്ര മാത്രമാണ് ഞാൻ ഈ ഒരു മാസ്കിന് വേണ്ടി ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലേ വളരെ സിമ്പിളായിട്ട് എമർജൻസി മാസ്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഞാൻ ആ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെയാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തത്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിൽ വരുന്ന പോർഷനില്ലേ, അവിടെ ഞാൻ ഇങ്ങനെ നമുക്ക് എപ്പോഴും പിടിച്ച് വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടൊരു സ്ലൈഡ് ഇവിടെ കുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈഡ് കുത്താം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എമർജൻസി മാസ്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് പേടി വേണ്ട, പുറത്ത് പോകുമ്പോൾ അയ്യോ മാസ്ക് ഇല്ലല്ലോ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ. അതേപോലെ ഈ മാസ്ക് നിങ്ങൾക്ക് തിരിച്ചു വരുമ്പം വാഷ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു മാസ്കിൽ നിങ്ങൾക്ക് തയ്ച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു 2 റിബൺ ഇട്ടിട്ട് നമുക്ക് അതേപോലെ ഇട്ടുകൊണ്ട് പോകാം, തിരിച്ച് കരിയൊക്കെ ചെയ്യാം. വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് നാളെ ഒരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.